ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഗുരുവായൂർ അമ്പല നടയിൽ യെസ് വിപിൻ ദാസ് ഡിറക്ഷൻ, റിട്ടൺ ബൈ ദീപു പ്രദീപ്. കുഞ്ഞി രാമായണമൊക്കെ പുള്ളിയാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സുപ്രിയ മേനോൻ, മുകേഷ് ആർ മേത്ത, CV സാരഥി. ഐ തിങ്ക് E4 എൻ്റർടൈൻമെൻറ്റ്സും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും കൂടെ ഒരു കൊളാബറേഷനാണ് ഈ സിനിമ. ആൻഡ് സിനിമാറ്റോഗ്രഫി നീരജ് രവിയാണ്. സിനിമാറ്റോഗ്രഫി നൈസ്, വെരി നൈസ് ഫോർ ദാറ്റ് മൂവി. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എഡിറ്റഡ് ബൈ ജോൺ കുട്ടി, മ്യൂസിക് ബൈ അങ്കിത് മേനോൻ. ആൻഡ് അഭിനയിച്ചിരിക്കുന്നവരെ കുറച്ച് പേരെ പേരെടുത്ത് പറയണം. അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് പേരുണ്ട്, പക്ഷെ അത് അറിഞ്ഞുകൂടാത്ത കുറച്ച് പേരും ഉണ്ട് ഇതിൽ. ബിക്കോസ് ചിലവരൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും പണ്ട് നമ്മുടെ ഈ മറ്റേ രോമാഞ്ചത്തിലുള്ള രണ്ടെണ്ണം ഉണ്ട്. അവന്മാർ രണ്ടും ഒരു രക്ഷയില്ല. അതിൽ മറ്റേ കുറെ കാര്യങ്ങൾ വന്ന് ചെയ്യുന്നുണ്ട്. എൻ്റെ അണ്ണൻ്റെ പേര് ഞാൻ എപ്പോഴും മറക്കുന്നുണ്ട്. നിങ്ങളെ പേര് യെസ് ജോയി മോൻ ജോത്തിർ, അതുപോലെ സാഫ് ബോയ്, സിജു സണ്ണി, അതുപോലെ പൃഥ്വിരാജും ബേസിൽ ജോസഫും. ഒരു രക്ഷയില്ല ഈ പടം. ഇറ്റ് വാസ് ഫൺ. ഇത് സ്ട്രിക്ട്ലി എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ വന്ന് പറയുന്നത്. സൂപ്പർബ് മൂവി, സൂപ്പർബ്. ഐ ഹാഡ് എ ബ്ലാസ്റ്റ്. ഫസ്റ്റ് ഹാഫ് അഴകിയ ലൈല പാട്ടൊക്കെ പ്ലേസ് ചെയ്തേക്കണൊക്കെ വേറെ ലെവല്. അതുപോലെ ഹ്യൂമർ ആണെങ്കിലും ചില സാധനങ്ങളൊക്കെ ഹ്യൂമറിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് ഹ്യൂമർ വന്നിട്ടുണ്ട്. അത് എസ്പെഷ്യലി ജോയ് മോൻ പുള്ളി ചെയ്യുന്ന കുറേ പരിപാടികളുണ്ട്. അയ്യോ എൻ്റെ പൊന്നെ, ഒരു രക്ഷയിൽ. സത്യമായിട്ടും ഞാൻ ഒരുപാട് ചിരിച്ചു ഈ സിനിമ കണ്ട്. നല്ല രീതിയിൽ ചിരിച്ചെന്ന് തന്നെ. അവസാനമൊക്കെ ഒരു പ്രിയദർശൻ പരിപാടിയാണ് പിടിച്ചേക്കുന്നത്. നമുക്ക് ആ കെയോസ്, ആ ഒരു പ്ലേ, അതൊക്കെ ഒരു രക്ഷയില്ല. അവസാനത്തെ ഒരു റെഫറൻസ് ഒക്കെ ഉണ്ടേ എൻ്റെ ആടിപ്പൊളി. എനിക്ക് സത്യം പറഞ്ഞാൽ ഐ റിയലി എൻജോയ് ദിസ് മൂവി. പൃഥ്വിരാജ്, ഞാൻ പറയേ എല്ലാവരും, എനിക്കും ട്രെയിലർ കണ്ടപ്പോൾ ഒരു പൊടിക്ക് പുള്ളി എന്നൊരു അപ്പ്. ഈ സിനിമയിൽ ഒരു പൊടിക്ക് എല്ലാവരും അപ്പാണ്. ബിക്കോസ് ഇത് അങ്ങനത്തെ ഒരു ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമയാണ്. ഇതൊരു റോം കോം ജോണറിൽ വരുന്നൊരു ഫിലിമാണ്. ആൻഡ് വാട്ട് ആ സ്ക്രീൻ പ്ലേ ബ്രോ, വാട്ട് ആ സ്ക്രീൻ പ്ലേ. ഫസ്റ്റ് ഹാഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അവരായിട്ട് കൊണ്ടുവരാമെന്ന് പറയുന്ന സാധനങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിൽ അത് സെറ്റ് ആവുന്നതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ഐ ലവ് ദിസ് മൂവി, ഐ എൻജോയ് ദിസ് മൂവി. ദിസ് ഈസ് ഡെഫിനറ്റ്ലി ഒരു ഫാമിലി എൻ്റർടൈനർ എന്നൊക്കെ നമുക്കിങ്ങനെ അടിവരയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഗംഭീര. അവസാനം ഒരു സാധനം ഉണ്ടോ, ഞാൻ എണീച്ച് നിന്ന് കൈയടിച്ച് സത്യമായിട്ടും. ഐ വാസ് ലൈക്ക്, എനിക്കത് എവിടെയൊക്കെ തോന്നി. ഞാൻ ഇതങ്ങനെ വരും, ഇതങ്ങനെ ഒരു സീൻ ഉണ്ടാവും. ഐ വാസ് ലൈക്ക് കിടു പടം. എനിക്കൊരു 100% ടോട്ടൽ പ്യുവർ എൻ്റർടൈനർ എന്നാണ് എനിക്ക് സിനിമ പറയാനുള്ളത്. ദിസ് ഈസ് എൻ്റർടൈനർ ടു ദ കോർ. ബേസിൽ ജോസഫ് ആൻഡ് പൃഥ്വിരാജ്, അനശ്വര, നിഖിലയൊക്കെ ഉണ്ട്. നിഖില ഹാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ആ ഒരു കോൺഫ്ലിക്റ്റ്, ഐ വാസ് ലൈക്ക്, ഞാൻ വരെ ആലോചിച്ചു അങ്ങനെ ഒരു സീൻ വന്നാൽ എന്ത് ചെയ്യുമെന്നൊക്കെ. ഞാനിങ്ങനെ ബ്രില്യൻ മാൻ. ആൻഡ് ബേസിൽ പൃഥ്വിരാജ് ആ ഒരു കെമിസ്ട്രി ആൻഡ് ഓൾ വാസ് ലൈക്ക് മാൻ, സൂപ്പർ മൂവി. ഐ ലവ് ദിസ് മൂവി. എല്ലാ സിനിമയുടെ ടെക്നിക്കൽ ആസ്പെക്ട്, ഞാൻ ഇങ്ങനെ ഒരു റോം കോൺ ജോണറിൽ എന്തൊക്കെയാണ് വരേണ്ടത് അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഐ സെഡ്, എനിക്ക് ഫോർ മീ പേഴ്സണലി, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കും, മേ ബി ചിലവർ അത് ക്രിഞ്ച് എന്നൊക്കെ പറയുമായിരിക്കും ഇതിലെ തമാശകൾ. ബട്ട് എന്തോ ഐ എൻജോയ്ഡ് ഇറ്റ്. ഐ ഹാഡ് എ ഗുഡ് ലാഫ്. ആൻഡ് ഐ ഹോപ്പ് പീപ്പിൾ പ്ലീസ് വാച്ച് ദിസ് മൂവി ഇൻ തിയേറ്റർ ഇറ്റ് സെൽഫ്. ഇറ്റ്സ് എ ബ്ലാസ്റ്റ്. ഇറ്റ് ഈസ് എ വേറെ ലെവൽ സാധനം. ആകെ എനിക്ക് ചെറുതായിട്ട് ചില സ്ഥലങ്ങളിൽ ഐ ഫീൽ ദർ വാസ് എ റീഷൂട്ട് പോലെ എനിക്ക് തോന്നി. ബിക്കോസ് എസ്പെഷ്യലി പൃഥ്വിരാജിൻ്റെ ചില ലുക്ക് ഒരു ചേഞ്ച് വരുന്ന ഒരു സ്ഥലമുണ്ട് ഇടയ്ക്ക്. അത് ഐ ഡോണ്ട് നോ വൈ ദേ ഡിഡ് ഇറ്റ്, ബട്ട് അതർ ദാൻ ദാറ്റ് ആ ഒഴുക്കാണെങ്കിൽ സിനിമയുടെ ഒരു ഡ്യൂറേഷൻ പോലും ഇറ്റ് ഡിഡ്ന്റ് അഫക്ട് മീ. ഞാൻ അതൊക്കെ മറന്ന് ഐ വാസ് ലൈക്ക് ഫുള്ളി ഇമേഴ്സ്. ഐ വാസ് ലൈക്ക്, ഇതെങ്ങനെ ഇവർ സോർട്ട് ചെയ്യും, ഇതൊക്കെ ഇവരിത് നടത്തും എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലേ. അതായത് ട്രെയിലർ കണ്ടവർക്കറിയാം, ഒരു കല്യാണമാണ്. ആ കല്യാണം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്നാൽ ആ കല്യാണം നടക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ്. സൂപ്പർ മൂവി. ഐ ലവ്ഡ് ഇറ്റ്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ പ്ലീസ് നിങ്ങളുടെ അഭിപ്രായം താഴെ വന്ന് പറയുക, മസ്റ്റായിട്ടും. ആൻഡ് അത് ചില ആൾക്കാർക്ക് ബാക്കിയുള്ളവരുടെ പൊതു അഭിപ്രായം കൂടെ കേട്ടിട്ടാണ് പോകുന്നത്. ബിക്കോസ് വേർഡ് ഓഫ് മൗത്ത് ഇസ് ദി അൾട്ടിമേറ്റ് കിങ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം ഇവിടെ വന്ന് പറയുന്നതിന് മാത്രമല്ല ഒരു സിനിമ ഹിറ്റാവുന്നത്.
ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് ഒരു സിനിമ ഹിറ്റ് ആവണമെങ്കിൽ അതിൻ്റെ മെയിൻ അതിൻ്റെ ഒരു മെയിൻ എന്താ പറയുക ഒരു പരിപാടി എന്ന് പറയുന്നത് വേർഡ് ഓഫ് മൗത്ത് ആണ്. ഓരോരോ ആൾക്കാരും സിനിമ കണ്ട് അവരുടെ ഫാമിലിയുടെ അടുത്തും അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഒക്കെ പറയുന്ന എക്സ്പീരിയൻസും അവർ പറയുന്ന ഒപ്പീനിയൻസും ആണ് ഒരു സിനിമ ഹിറ്റാകുന്നത്. അല്ലാതെ ഞാൻ ഇവിടെ വന്നിരുന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ചിലപ്പം നമ്മൾ പറയുന്ന നമ്മളുടെ ശൈലിയായിരിക്കും, എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണാനായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടം. അത് മാത്രമല്ല, എന്തുകൊണ്ടെന്ന് ഉള്ളൊരു ചോദ്യം കൂടെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു ചാനലിന് ഒരു എന്താ പറയുക ഒരു റെക്കഗ്നിഷൻ കിട്ടുന്നു എന്ന് പറയുന്നതിനും റീസൺസ് ഉണ്ട്. അതല്ലാതെ ചുമ്മാ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സാധനം കണ്ടു, ഒരാൾ വന്ന് കയ്യും കാലും വെട്ടുവന്ന് വരെ പറഞ്ഞിട്ട് പോലും അതിന് ഒരു വിഷയമോ ഒരു അമിക്കസ് ക്യൂരിയെയും ഒരാളും വിടുന്നത് ഞാൻ കണ്ടില്ല. നല്ല സിനിമകൾ എടുത്താൽ ഇന്നും ഞാൻ വിശ്വസിക്കുന്നു നല്ല സിനിമകൾ വിൽ വർക്ക്. ആൾക്കാർക്ക് നല്ല സിനിമകൾ കൊടുത്താൽ അവരത് അക്സെപ്റ്റ് ചെയ്യും. അത് ചെയ്യാതെ നിങ്ങൾ വന്ന് നമ്മളെയോ അല്ലെങ്കിൽ നിങ്ങൾ നാട്ടുകാരെയോ കുറ്റം പറയുന്നത് ശരിയല്ല. ആ ഒരു നോട്ടിൽ ഞാൻ അവിടെ നിർത്തുകയാണ്. സോ പ്ലീസ് റെസ്പെക്ട് സംവൺസ് ഒപ്പീനിയൻ. അറ്റ്ലീസ്റ്റ് ട്രൈ എങ്കിലും ചെയ്യുക. പ്ലീസ് വാച്ച് ദിസ് മൂവി ഇൻ തിയേറ്റർ ഇറ്റ് സെൽഫ് എന്നാണ് എനിക്ക് പേഴ്സണലി നിങ്ങളത് പറയാനുള്ളത്. ആൻഡ് love the movie.